ഹലോ. ഈ ചാനൽ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയട്ടെ. കീം 2026 എക്സാം ഇനി ഏതാനും ദിവസങ്ങളേ ബാക്കിയുള്ളൂ. അത് തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജ് ചൂസ് ചെയ്യണം. ഇതുപോലുള്ള കോമൺ ഡൗട്ട് എല്ലാ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോ കൊണ്ട് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കീം 2025 ഏതൊക്കെ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയ അനാലിസിസ് ആണ് നടത്താൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റ വെച്ചിട്ടാണെന്ന് വീണ്ടും പറയുന്നു. ഇത് കണ്ട ശേഷം ഫൈനൽ ഡിസിഷനും ഫെർദർ റിസർച്ചൊക്കെ വീണ്ടും നടത്തേണ്ടതാണ്. ഈ വീഡിയോയിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഓരോ കോളേജിലും ഓരോ കോഴ്സിനും എടുത്തിട്ടുള്ള അഡ്മിഷൻ കിട്ടിയിട്ടുള്ള അവസാന റാങ്കിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കമ്പയർ ചെയ്യുന്നത് ജനറൽ മെറിറ്റിൻ്റെ കാര്യം മാത്രമാണ്. ബാക്കിയുള്ളത് ഇനിയും വരാനുള്ള വീഡിയോസിൽ നമുക്ക് പറ്റുവാണെങ്കിൽ കവർ ചെയ്യുന്നതാണ്. ഗവൺമെൻറ് എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് എന്നിവയിലുള്ള 42ഓളം കോഴ്സാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 10ാം സ്ഥാനത്തുള്ള കോഴ്സ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ 10ാം സ്ഥാനത്തുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കോഴ്സാണ്. കമ്പയർഡ് ടു നമ്മുടെ കൺവെൻഷണൽ സ്ട്രീം നോക്കുവാണെങ്കിൽ ഇത് റിലേറ്റീവ്ലി ന്യൂ ആണ്. കഴിഞ്ഞ വർഷം ഇത് 4 കോളേജുകളിലായിരുന്നു ഈ കോഴ്സ് ഉണ്ടായിരുന്നത്. അതിലൊരെണ്ണം മാത്രമാണ് ഗവൺമെൻറ് കോളേജ്. അത് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ബാക്കിയുള്ളതൊക്കെ സെൽഫ് ഫിനാൻസിങ് ആയ ഫിസാറ്റ്, വിശ്വജ്യോതി, പിന്നെ കണ്ണൂരുള്ള വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. അതിൽ കോഴിക്കോട് അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് റാങ്ക് 9520 പിന്നെ 2ാം സ്ഥാനത്ത് വരുന്നത് ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്, എറണാകുളം. അവിടെ കിട്ടിയ ലാസ്റ്റ് റാങ്ക് 14271. 3ാം സ്ഥാനത്താണെങ്കിൽ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ എടുത്ത ലാസ്റ്റ് റാങ്ക് 37517. ഈ പറയുന്ന റാങ്കുകളൊക്കെ ജനറൽ മെറിറ്റ് റാങ്കുകളാണ് ഇത്തവണ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. അടുത്തത് 9ാം സ്ഥാനത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് കോഴ്സാണ്. അത് കേരളത്തിൽ 4 കോളേജാണ്, എല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ് അത് ഓഫർ ചെയ്യുന്നത്. 1ാം സ്ഥാനത്തെ രാജഗിരി എറണാകുളത്ത് കഴിഞ്ഞ വർഷം കിട്ടിയത് 8908 റാങ്ക് വരെയാണ്. അതിനുശേഷം മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 13721 വരെ. ബാക്കിയുള്ള കോളേജ് MESഉം അമൽ ജ്യോതിയുമാണ്. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ റാങ്ക് 23696 25481 വരെയാണ് അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു കോഴ്സിൽ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ലാസ്റ്റ് വന്ന റാങ്ക് 8908 അത് ആ കോളേജിൻ്റെ ഒരു സ്ട്രെങ്ത്തും കാണിക്കുന്നുണ്ട്. ഇത്രയും മുന്നിൽ റാങ്ക് വന്നിട്ട് സ്റ്റുഡൻസ് അവിടെ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ആ കോളേജിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് കാണാൻ പറ്റുന്നത് അവിടെ. ഇനി 8ാം സ്ഥാനത്തായിട്ടുള്ളത് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്. ആ ഒരു കോഴ്സ് കേരളത്തിൽ ആകെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ മാത്രമാണ്. അപ്പം സ്വാഭാവികമായും ഗവൺമെൻറ് കോളേജ് ആയ കാരണം മുന്നോട്ട് വന്ന റാങ്കിലുള്ളവർ തന്നെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സോ അത് ആ ഒരു കോളേജിൽ ലാസ്റ്റ് പോയിട്ടുള്ളത് 8652 റാങ്ക് വരെയാണ് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിന്. ഓക്കെ. ഇനി 7ാം സ്ഥാനത്തായിട്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അതും ഇതുപോലെ ഒരേ ഒരു കോളേജിൽ മാത്രമേ കേരളത്തിലുള്ളൂ. അത് CET ട്രിവാൻഡ്രം. ആ ഒരു കോഴ്സിന് ലാസ്റ്റായിട്ട് പോയിട്ടുള്ള റാങ്ക് 8408. കമ്പയർഡ് ടു അതർ സ്ട്രീംസ് ഇൻ CET ഇത് കുറച്ച് പിറകോട്ടായിട്ടാണ് കാണാനുള്ളത്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. സോ യാ. പിന്നെ 4ാം സ്ഥാനത്തായിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ നമുക്കൊരു 5 കോളേജിൻ്റെ ലിസ്റ്റ് നോക്കാം. ഗവൺമെൻറ്റിൽ മെയിനായിട്ട് വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. അവിടെയാണ് ഏറ്റവും ടോപ്പിലുള്ളവർ സെലക്ട് ചെയ്തിട്ടുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ്. 7717 വരെ പോയിട്ടുണ്ട്. പിന്നെയുള്ളത് TKM കൊല്ലം, അവിടെ 8705 വരെ പോയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് അവസാനത്തെ ഗവൺമെൻറ് ഓപ്ഷൻ, 8885 വരെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ സെൽഫ് ഫിനാൻസിങ് ഓപ്ഷൻസാണ്. അതിന് കാരണമാവാം
27,479 വരെയും 30,936 വരെയൊക്കെയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് അവിടെ സെലക്ട് ആയിട്ടുള്ളത്. സോ യാ, ഇനി 5ാം സ്ഥാനത്തായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജ് പോയത് മാർ അത്താനേഷ്യസ് കോതമംഗലത്താണ്. 5244 ആണ് അവിടെ പോയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. ബാക്കിയുള്ളതൊക്കെ സെൽഫ് ഫിനാൻസിങ്ങും എയ്ഡഡുമാണ്. നിങ്ങൾക്ക് കാണാം ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരും ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളം, പിന്നെ അടൂരുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, SCMS എറണാകുളം. ആദ്യത്തെ ഓപ്ഷനിൽ മാത്രമാണ് 10,000 താഴെയുള്ള റാങ്കുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. മാർ അത്താനേഷ്യസിൽ മാത്രമാണ്. ബാക്കിയൊക്കെ കുറച്ച് പിറകോട്ടാണ്. ആ കോഴ്സ് കൂടുതൽ പിക്കപ്പ് ചെയ്ത് വരാൻ ടൈം എടുക്കുമായിരിക്കും. ഇനി 4ാം സ്ഥാനത്തായിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഒരു കൺവെൻഷണൽ സ്ട്രീമാണ്. എപ്പോഴും എല്ലാ കാലത്തും എല്ലാവരും സെലക്ട് ചെയ്യുന്നൊരു സംഭവമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതിലേറ്റവും ഡിമാൻഡുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ്. 2840 വരെയാണ് അവിടെ പോയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെൻറ് കോളേജിലും ഉണ്ടാകുന്ന ഒരു സ്ട്രീമായത് കാരണം നമ്മുടെ ടോപ്പിലുള്ള 6 കോളേജുകളും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ഒരു കോളേജാണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, TKM കൊല്ലം, പിന്നെ പാലക്കാട് ഗവൺമെൻറ് കോളേജ്, കണ്ണൂർ ഗവൺമെൻറ് കോളേജ്. അതിൻ്റെ ഒരു എയ്ഡഡ് കോളേജ് മാത്രം വന്നിരിക്കുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളമാണ്. അതിവിടെ 10,650 വരെയാണ് പോയിട്ടുള്ളത്. ഇനി 3ാം സ്ഥാനത്തായിട്ടുള്ള കോഴ്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അതും നിങ്ങൾക്കറിയാം, എപ്പോഴും എല്ലാവരും എടുക്കാൻ ചാൻസ് ഉള്ളൊരു സ്ട്രീമാണ്. അതൊരു കോമൺ ആയ സ്ട്രീമാണ്, എങ്കിലും എപ്പോഴും ഡിമാൻഡുള്ള സ്ട്രീമുമാണ്. അത് കാരണം ഒരുവിധം എല്ലാ ഗവൺമെൻറ് കോളേജിലും അതുണ്ടാവുന്ന കാരണം എല്ലാ ടോപ്പ് റാങ്കേഴ്സ് ഓപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഗവൺമെൻറ് ഓപ്ഷൻസ് തന്നെയായിരിക്കും. ആസ് യു ക്യാൻ സി, CET ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, TKM കൊല്ലം, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് ഒരു എയ്ഡഡ് ഓപ്ഷൻ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത്. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം, മാർ അത്താനേഷ്യസ് ആണത്. പിന്നെ GEC ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം. നമ്പർ 2-ൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അഗെയിൻ CET ട്രിവാൻഡ്രമാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. 730 റാങ്ക്, വളരെ ടോപ്പിലുള്ളവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന്. പിന്നെ GEC തൃശ്ശൂർ 1634. മോഡലിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം വീണ്ടും 2360. ബാക്കിയൊക്കെ ഗവൺമെൻറ് ഓപ്ഷൻസാണ്. TKM വീണ്ടും മാർ അത്താനേഷ്യസ്, പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ GEC ബാട്ടൺ ഹിൽ. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും ഓപ്ഷൻ എല്ലാവരും എടുക്കുന്ന ടോപ്പ് സ്ട്രീം ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. 482 CET ട്രിവാൻഡ്രത്ത് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റാങ്ക് 482 ആണ്. സ്ഥാനത്തായുള്ളത് GEC തൃശ്ശൂർ, അവിടെ പോയിരിക്കുന്നത് 933 ആണ് ലാസ്റ്റ് റാങ്ക്. അടുത്ത 3ാം സ്ഥാനത്തായിട്ടുള്ള എയ്ഡഡ് ആയിട്ടുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. കാലാകാലങ്ങളായിട്ടുള്ള ടോപ്പ് കോളേജസ് ആണ് എപ്പോഴും സെലക്ട് ചെയ്യപ്പെടുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടോപ്പ് റാങ്ക് സെലക്ട് ചെയ്യപ്പെടുന്ന കോളേജ് ഇതൊക്കെ. ഇതിലൊറ്റൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ലാസ്റ്റായി വന്നിട്ടുണ്ട്, രാജഗിരിയാണ്. ഞാൻ വീണ്ടും കോളേജിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ലിസ്റ്റാണ് ഇവിടെ കാണാനുള്ളത്. ഇറ്റ്സ് നോ വേ സ്പോൺസർഡ് ബൈ ദ കോളേജ്, ബട്ട് പ്യുവർലി ബൈ സ്റ്റാറ്റ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ്. ഒരു ഇത്രയും ബാക്കി ഒരു സ്ട്രീമിലും വരാത്ത ഒരു കോളേജ് ഇതിൽ വന്നിട്ടുള്ളത് രാജീവ് ഗാന്ധി കോട്ടയം, അതാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുന്നു. നിങ്ങളുടെ ആര് ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും കീം അഡ്മിഷനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം അവരുമായിട്ട്. ഇഫ് ഇറ്റ് ഹെൽപ്സ് ഇൻ എനി വേ, ഏത് വിധത്തിലും ഒരു ചെറിയൊരു ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സോ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇനി എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം. ഇതൊരു ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിൻ്റെത്. സോ
ഹോപ്പ്ഫുള്ളി എനിക്ക് വീണ്ടും എന്തെങ്കിലും ഹെൽപ്ഫുൾ ഡാറ്റയായിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾസോ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യുക, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്, ഓൾവേസ് എയിം ഹൈ, എഫേർട്ട് ഇടുക. തീർച്ചയായും നിങ്ങൾക്കത് റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ബൈ.